നമസ്കാരം കൂട്ടുകാരെ. ഇന്നത്തെ ഈ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ സർവീസിൽ നിന്ന് റിട്ടയർഡ് ആയിട്ടുള്ളവർക്കും സർവീസിലിരിക്കുന്നവർക്കും വേണ്ടിയാണ്. കാര്യം വേറെ ഒന്നുമല്ല, ഞങ്ങളുടെ ഈ നൊസ്റ്റാൾജിയ ചിലപ്പോൾ ഇതൊരു പരിചയമില്ലാത്ത ആൾക്കാർക്ക് മനസ്സിലാകത്തില്ല. അപ്പോൾ അവർക്ക് സ്കിപ്പ് ചെയ്യാം, ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല. അപ്പോൾ ഞാനിത് ഇന്ന് വന്ന് പറയാൻ കാര്യം ഇന്നൊരു ശനിയാഴ്ചയാണല്ലോ. കാരണം ശനിയാഴ്ച ആകുമ്പോൾ നമുക്ക് ഈ പഴയ പല കാര്യങ്ങളും ഇങ്ങനെ മിസ് ചെയ്യാറുണ്ട്. വേറെ ഒന്നുമല്ല, വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമ്മുടെ ബില്ലറ്റിൽ എല്ലാവരും കൂടി കാരണം ഒരാഴ്ചത്തെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു വീക്കെൻഡിൽ എല്ലാവരും കൂടി ഒരു 2 എണ്ണം അടിക്കുന്ന പരിപാടിയുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഒത്തൊരുമിച്ചിരുന്ന് കുറച്ച് തമാശകളും കഥകളും ഒക്കെ പറഞ്ഞ് ഒരു പാട്ടൊക്കെ പാടിയിരിക്കുന്ന ആ ഒരു ടൈം നമ്മൾ ഒരുപാട് മിസ് ചെയ്യണം. കാരണം ആ സമയത്തെന്ന് പറഞ്ഞാൽ നമ്മളുടെ സംസാരങ്ങളിൽ ഒരു വഴക്കുണ്ടാകാറില്ല. കാരണം ഞങ്ങൾ മതപരമായ കാര്യങ്ങൾ പറയാറില്ല, രാഷ്ട്രീയം പറയാറില്ല. നമുക്കുണ്ടായ കുറച്ച് അബദ്ധങ്ങളും കാര്യങ്ങളും മാത്രമാണ് പറയുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ചില കലാകാരന്മാരുണ്ട്, അവരുടെ ഓരോ കാര്യങ്ങൾ ഓർമ്മയിൽ വരുന്നതുകൊണ്ട് അതും കൂടി പറയാൻ കാര്യം ആ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് തന്നെ നമ്മുടെ സീനിയേഴ്സായിട്ടുള്ള ആൾക്കാരുണ്ടാകും. അവരൊരു കുപ്പിയെടുത്ത് പുറത്ത് വെക്കും, ഞാൻ കുപ്പിയെടുത്ത് വെച്ചിട്ടുണ്ട്, അടി തുടങ്ങാൻ നമുക്ക് സമയമായി എന്നുള്ള രീതിയിൽ. അപ്പോൾ ആരെങ്കിലും പോയിട്ട് കുറച്ച് സ്നാക്സൊക്കെ മേടിച്ചിട്ടുണ്ട്, ഒരു സോഡ സ്നാക്സും, ഒരാൾ ഗ്ലാസ്സൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കും. പിന്നെ മലയാളികളുടെ ബില്ലറ്റ് ഒരു 2-3 കട്ടിൽ ഞങ്ങൾ ഒഴിവാക്കിയിട്ടേക്കും. അവിടെ ആളുണ്ടെന്ന് പറഞ്ഞിട്ട് ആരെയും കയറ്റത്തില്ല, കാരണം അവിടെ ആളുണ്ടെന്ന് പറഞ്ഞിട്ട്. ആ കട്ടിലാണ് ഞങ്ങൾ കുക്കിങ്ങിന് അരിയാനും പിന്നെ കള്ളൊക്കെ എടുത്ത് വെക്കാനും ഉപയോഗിക്കും. ഇതിനിടയ്ക്ക് വേറെ കുക്കിങ്ങിലെ ചില കലാകാരന്മാരുണ്ട്. പോയിട്ട് ഒരുത്തനുണ്ട് 1/2 കിലോ ചിക്കൻ മേടിച്ചിട്ടുണ്ട്, അതിനകത്ത് 1 കിലോ ഉരുളക്കിഴങ്ങ് ഇട്ട് വെക്കും. അടി ഉണ്ടാകുമ്പോൾ തൊട്ട് ഈ ചിക്കൻ തിന്ന് അവസാനം ആയി വരുമ്പോഴത്തേക്കും നമുക്ക് ഉരുളക്കിഴങ്ങ് മാത്രം കൊണ്ടേ തരും. എന്നാൽ ഞാൻ ചിക്കൻ കറി കൊണ്ടേ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവസാനം ഉരുളക്കിഴങ്ങ് തിന്ന് മടുക്കണം. കാരണം നമ്മൾ എന്ത് ചെയ്യും, പുറത്തുനിന്ന് ചിക്കൻ ഓർഡർ ചെയ്യും. ആ വന്ന ചിക്കനിൽ ഞാനല്ലേ നിങ്ങൾക്ക് ചിക്കൻ കറി തന്നെയെന്നുള്ളൊരു അധികാരത്തിൽ വന്ന് ഓരോ കഷ്ണം എടുത്ത് തിന്ന് നടക്കുന്ന 1-2 ടീമുണ്ടായിരുന്നു. അത് കൂടാണ്ട് തന്നെ ചില ടീമുണ്ട് വെച്ചാൽ കുടിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും, പക്ഷേ നോൺ ഡ്രിങ്കേഴ്സാണ്. അതുകൊണ്ട് ഒരു ഗ്ലാസ് സ്പ്രൈറ്റും എടുത്തുകൊണ്ട് വന്ന് ഈ വരുന്ന സ്നാക്സ് തുടങ്ങുമ്പോൾ തൊട്ട് സ്നാക്സ് ഒതിയന്മാരെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്പ്രൈറ്റ് മാത്രമേ അടിക്കുള്ളൂ, കള്ളടിക്കത്തില്ല. അവസാനം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കള്ളടിക്കുന്നവർക്ക് സ്നാക്സ് കിട്ടാണ്ടാവും, ഇവന്മാർ കഴിച്ചു. പിന്നെ ചില സീനിയേഴ്സ് ഉണ്ടായിരുന്നു, കാരണം ഭയങ്കര സ്നേഹമാണ്. ഒരു പെഗ് ഒഴിച്ച് വെച്ചിട്ട് അവരാദ്യം അടിക്കാൻ വന്നിട്ട്, എടാ നീ കഴിക്കുന്നില്ലേ, നീ അടിച്ചു തീർത്താലേ എനിക്ക് അടുത്ത് ഒഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മളെ പറഞ്ഞ് കുടിപ്പിച്ച് അവസാനം നമ്മൾ വീഴും. പക്ഷെ നമ്മൾ വീഴുന്നതിന് മുമ്പ് ഭക്ഷണം കൃത്യമായിട്ട് കഴിപ്പിക്കുമായിരുന്നു. പിന്നെ പുറത്ത് താമസിക്കുന്ന 1-2 ആൾക്കാരുണ്ടാകും, ഭയങ്കര സ്നേഹമുള്ള. അവർ വിളിച്ച് വയ്ക്കും, എടാ വൈകുന്നേരം ബില്ലറ്റ് പരിപാടിയൊന്നുമില്ല. നമ്മൾ പറയും, പിന്നെ പരിപാടി നമ്മൾ തുടങ്ങാൻ പോകല്ലേ എന്ന് പറയുമ്പോൾ അവരവിടെ ചേച്ചി വീട്ടിലുണ്ടാക്കിയേക്കണ ചിക്കനാ, വറുത്തമീന, അല്ലെങ്കിൽ എന്തെങ്കിലും കറിയുണ്ട്, അത് എടുത്തുകൊണ്ട് വരും. എല്ലാവരും കൂടി അതും കഴിച്ചു. അവർ നമ്മുടെ കൂടെ നമ്മളുണ്ടാക്കിയ കൂതറ ഫുഡും കഴിച്ചിട്ടായിരിക്കും പോകണം. അങ്ങനെ ഒരുപാട് പേരുടെ കഥകളും കാര്യങ്ങളും പറഞ്ഞത് തുടങ്ങുവാണെങ്കിൽ തീരത്തില്ല, അത്രക്ക് കഥകളും കാര്യങ്ങളും മിസ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് വലിയ സീനിയേഴ്സായിട്ടുള്ള ഒരു ടീം ഉണ്ടായിരുന്നു. കാരണം രാത്രി ഞങ്ങളുടെ ടോയ്ലറ്റ് റൈറ്റ് സൈഡിലായിരുന്നു. അടിച്ച് പാമ്പായിട്ട് ടോയ്ലറ്റിലേക്ക് എന്നുള്ള രീതിയിൽ ഇറങ്ങിയതാണ്, പക്ഷേ തിരിഞ്ഞു പോയി, ലെഫ്റ്റിലേക്ക് ഇറങ്ങിയ. അപ്പുറത്തെ റൂമിൽ കയറിയിട്ട് ടോയ്ലറ്റിൻ്റെ വാതിലാന്ന് പറഞ്ഞാൽ അടുത്തുള്ള ഒരു ഹിന്ദിക്കാരൻ്റെ കബോർഡ് ഇറങ്ങിയത്, അതിനകത്ത് മൂത്രമൊഴിച്ച ആൾക്കാർ വരെ ഉണ്ട്. അവരെയൊക്കെ ഓർക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇപ്പോൾ കമൻറ്റിൽ ഓരോരുത്തർ പേരൊക്കെ പറയും ഇതിൻ്റെയൊക്കെ. ഇതുപോലെ ഒരുപാട് കഥകളുണ്ട്, പക്ഷേ എല്ലാം ഒന്നും പറയാൻ സമയമില്ല. പിന്നെ ഇന്നത് പറയാൻ കാര്യം കാരണം ഈ ഒരു ശനിയാഴ്ച ഞാൻ ചിലപ്പോൾ 2 എണ്ണം അടിക്കുമ്പോൾ ആ ഒരു മൊമെൻറ്റ്സൊക്കെ മിസ് ചെയ്യാറുണ്ട്. പിന്നെ അവസാനം നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ആ കൊട്ടിപ്പാടുന്ന പാട്ടും കാര്യങ്ങളും അതൊക്കെ. അപ്പോൾ ഇന്ന് ഒരുപാട് നാൾക്ക് ശേഷം അടിക്കുന്നവർ ഒന്നിച്ച് കൂടുമ്പോഴത്തേക്കും, ഒരുപാട് നാൾക്ക് ശേഷം ഞാൻ ഇന്നൊരു 2 എണ്ണം ചിലപ്പോൾ അടിക്കണം. അപ്പോൾ നിങ്ങൾ നാട്ടിൽ 2 എണ്ണം അടിക്കുവാണെങ്കിൽ നമ്മുടെ ഈ കൊട്ടിപ്പാട്ട് വെച്ച് 2 എണ്ണം അടിക്കുക, ഒരു കമൻറ്റ് അയക്കുക. ഓക്കെ. പിന്നെ പാട്ട് ഇടുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം, കാരണം ഇടയ്ക്ക് നമ്മുടെ ഇതിടുന്നതിന് വന്ന് കമൻറ്റ് ചെയ്യാറുണ്ട്, നിങ്ങൾക്ക് എന്താ വട്ടില്ലെന്ന്. അവരോടുള്ള ഒരു അപേക്ഷയാണ്. ഈ വീഡിയോ കണ്ടിട്ട് വരാം. ഓക്കെ. ഞാൻ സംഗീതം പഠിച്ചിട്ടില്ല, തമ്പുരാക്കന്മാരുടെ പരമ്പരയല്ല. അപ്പോൾ വീഡിയോ ഉണ്ടല്ലോ, അപ്പോൾ ഒന്നേ പറയാനുള്ളൂ, ഞാൻ യേശുദാസിൻ്റെ പരമ്പരയോ MG ശ്രീകുമാറിൻ്റെ പാരമ്പര്യത്തിൽപ്പെട്ട ആളൊന്നുമില്ല. അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ആ ഓർമ്മകളൊന്ന് പുതുക്കാനായിട്ട് പാടുന്നു. ഓക്കെ. പിന്നെ കഴിയുന്നതും ഒരുപാട് നാളായിട്ട് അടി നിർത്തിക്കുന്നവർ, അതായത് വല്ലപ്പോഴും ഒരു പെഗ്ഗടിക്കുന്നവർ, ഇന്നൊരു പെഗ്ഗടിക്കുക. ഈ പാട്ടിൻ്റെ കൂടെ ഒരു പാട്ടൊക്കെ പാടി പെഗ്ഗടിക്കാൻ പറ്റുമെങ്കിൽ അത്ര നല്ലത്. കൂട്ടമായിട്ട് ഇരിക്കുന്നവർ, ഇപ്പോഴും യൂണിറ്റിൽ ഒന്നിച്ചിരിക്കുന്നവർ എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ നമ്മുടെ ഈ പാട്ടിടുക. ഓക്കെ. അപ്പോൾ നമുക്ക് ആ ഒരു പാട്ട് പാടി ഞാൻ അവസാനിപ്പിക്കുക, ഒരുപാട് ബോറാക്കുന്നില്ല. ഓക്കെ. സുന്ദരി ഒന്നൊരുങ്ങിവാ, നാളെയാണ് സുന്ദരി ഒന്നൊരുങ്ങിവാ, നാളെയാണ് താലിമംഗലം. സുന്ദരി ഒന്നൊരുങ്ങിവാ, നാളെയാണ് താലിമംഗലം. നീയും വര
വരന്റെ പെങ്ങളായി നിന്നു വേണം ചടങ്ങു മോടിയാക്കുവാൻ മധുവിധുവിന് പലയിടങ്ങളിൽ ചിറകടിച്ച് നീ പറക്കണം സുന്ദരി. ഒന്നൊരുങ്ങിവാ, നാളെയാണ് കാലിമംഗലം. പമ്പ 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 പമ്പ. അപ്പം പറഞ്ഞു പോറാക്കുന്നില്ല. ജയ് ഹിന്ദ്. പിന്നെ പറ്റുന്നവർ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്ക് അടിക്കുക, കഴിയുമെങ്കിൽ സപ്പോർട്ടിനായിട്ട് ഒരു സബ്സ്ക്രൈബും ഷെയർ. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. നമോ ഭാഗം.